ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 6th സ്റ്റാൻഡേർഡിലെ ഹിന്ദി ഫസ്റ്റ് ടൈം എക്സാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ കൂട്ടുകാരെ, ഫസ്റ്റ് എന്താ നൽകിയിട്ടുള്ളത്? സൂചന നൽകിയിട്ടുണ്ട്. സभी प्रश्नों के उत्तर लिखिए. गतिविधि 3 और 5 के में किसी की एक प्रश्न का उत्तर लिखिए എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഓക്കെ, നമുക്ക് ഓരോ ചോദ്യങ്ങളായി നോക്കാം. ഗതിവിധി 1 സൂചന ഗൺ പഠിക്കർ പ്രശ്നോക്ക് ഉത്തരലിക്ക്. എന്താണ് ഇവിടെ നമുക്കൊരു പാരഗ്രാഫ് നൽകിയിട്ടുണ്ട്, അത് വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം. एक तालाब के किनारे एक पीपल का पेड़ था. एक तालाब के किनारे. താലാബ് എന്ന് പറഞ്ഞാൽ എന്താ കൂട്ടുകാരെ? താലാബ് യെസ്, കുളമാണല്ലേ. അപ്പോൾ ഒരു കുളത്തിന് അരികിൽ എന്തുണ്ടായിരുന്നു? ഏക പീപ്പൽ കാ പേട്, ഒരു ആൽമരം ഉണ്ടായിരുന്നു. ഉസ് പേട് പർ ബഹുത്ത് സാരെ ബന്ദർ തേ. ആ മരത്തിൽ നിറയെ എന്തായിരുന്നു? ഒരുപാട് ബന്ദർ. ബന്ദർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കുരങ്ങനല്ലേ. ഒരുപാട് കുരങ്ങന്മാരുണ്ടായിരുന്നു. ഏക രാത് ആസ്മാൻ മേ ചാന്ദ് നിക്കല ഹുവാദ. ആസ്മാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആകാശം അല്ലേ. ചാന്ദ് നമുക്കറിയാം ചന്ദ്രൻ. ഏക രാത്, ഒരു രാത്രി എന്താണ് ആകാശത്ത് കണ്ടത്? ചന്ദ്രനെ അല്ലേ. ഉസ്കി ചായ പാനിമേം ചമക് രഹി തീ. അപ്പൊ എന്താ പറയുന്നത്? ഉസ്കി ചായ, അതിന്റെ നിഴല്. ചായ എന്ന് പറഞ്ഞ നിഴലല്ലേ. ഉസ്കി ചായ പാനിമേം ചമക് രഹി തീ. അതിന്റെ ചായ എന്താണ്? നിഴല് വെള്ളത്തിൽ തിളങ്ങുന്നുണ്ടായിരുന്നു. ഏക ബന്ദറിനെ കഹ, ഒരു ബന്ദർ പറയാണ് ചാന്ദ് പാനിമേ ഗിർ ഗയാ ഹേ. ചന്ദ്രൻ വെള്ളത്തിൽ വീണു എന്ന് പറയുകയാണല്ലേ. ഓക്കെ, ഇനി നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയി നോക്കാം. പാരഗ്രാഫിന്റെ മീനിങ്സ് ഒക്കെ കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയി നോക്കിയാലോ. താലാബ് കെ കിനാരെ കോൺസാ പേട് താ. കുളത്തിനടുത്ത് എന്തിന്റെ മരമായിരുന്നു? ആം കാ പേട്. ആം കാ പേട് എന്ന് പറഞ്ഞാൽ മാവല്ലേ. ദെൻ പീപ്പൽ കാ പേട്, ദെൻ കട്ഹൽ കാ പേട്, താൾ കാ പേട്. ഇതിൽ ഏതാണ് റൈറ്റ് ആൻസർ കൂട്ടുകാരെ? അതെ, പീപ്പിൾ കാ പേടാണല്ലേ. ആൻസർ എന്താണ്? പീപ്പിൾ കാ പേട്. ഫസ്റ്റ് നോക്കൂ, പറയുന്നുണ്ടല്ലേ ഇവിടെ നോക്കൂ. एक तालाब के किनारे एक पीपल का पेड़ था. അപ്പൊ നമുക്ക് ഉത്തരം കിട്ടിയല്ലോ. എന്താണ്? പീപ്പിൾ കാ പേട്. ഓക്കെ, पेड़ पर कौन रहता था? बंदर, शेर, ബാഗ്, ഖർഗോശ്. ആരാ കൂട്ടുകാരെ മരത്തിൽ താമസിച്ചിട്ടുണ്ടായിരുന്നത്? നമുക്കറിയാം കുരങ്ങനാണല്ലേ. അപ്പൊ ആൻസർ എന്താണ്? ബന്ദർ. എളുപ്പമല്ലേ ക്വസ്റ്റ്യൻസ് ഒക്കെ. ഓക്കെ, ദെൻ ചാന്ദ് കഹാ നിക്കലാ ഹുവാ താ. എവിടെയാണ് ചന്ദ്രനെ കണ്ടത്? യെസ്, ആസ്മാൻ മേം. ആകാശത്തല്ലേ. ആൻസർ എന്താണ്? ആസ്മാൻ മേം. ഫസ്റ്റ് ഓപ്ഷൻ നോക്കൂ. താലാബ് കെ കിനാരെ, കുളത്തിനരികില്. ദെൻ ആസ്മാൻ മേം, ആകാശത്തിൽ. ധർത്തി പർ എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ. ധർത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂമിയാണ്. ഭൂമിയിൽ. ദെൻ പീപ്പൽ കെ പേട് പർ, പീപ്പൽ ആൽമരത്തിന്റെ മുകളിൽ. അപ്പൊ ഇതിൽ ഏതാണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്? യെസ്, ആസ്മാൻ മേം എന്നുള്ളതാണല്ലേ. ഓക്കെ, ദെൻ ബന്ദറിനെ ക്യാ കഹ. ബന്ദർ കുരങ്ങൻ എന്താണ് പറഞ്ഞത്? സൂരജ് പാനിമേ ഗിർ ഗയാ ഹേ. സൂര്യൻ വെള്ളത്തിൽ വീണുപോയി. ബന്ദർ പാനിമേ ഗിർ ഗയാ ഹേ. കുരങ്ങൻ വെള്ളത്തിൽ വീണുപോയി. പീപ്പൽ പാനിമേ പിർ ഗയാ ഹേ. പീപ്പൽ വെള്ളത്തിൽ വീണുപോയി. ദെൻ ചാന്ദ് പാനിമേ ഗിർ ഗയാ ഹേ. ചന്ദ്രൻ വെള്ളത്തിൽ വീണുപോയി. ഇതിലേതാണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്? യെസ്, ഈ ഓപ്ഷൻ ആണ് അല്ലെ. ലാസ്റ്റ് ഓപ്ഷൻ ആണ്. ചാന്ദ് പാനി മേ ഗിർ ഗയാ ഹേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഗതിവിധി 2 സൂചന നീലി ചിടിയ ക കവിതാങ്ക അംശ് പഠെ. നീലി ചിടിയ എന്ന കവിതയുടെ ഭാഗം വായിച്ചു നോക്കാനാണ് അല്ലെ. നീജിതിയെ പ്രശ്നോക്ക് ഉത്തരലിക്ക്. താഴെ തന്നിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഓക്കെ, നമുക്ക് കവിത വായിച്ചു നോക്കാം അല്ലേ. നമ്മൾ പഠിച്ച കവിതാഭാഗമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അപ്പൊ അത് വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നീലെ ആസ്മാൻ സെ ഉദരി നീലി ഏക് നിരാലി ചെടിയ. അപ്പൊ എന്താ വരികളിൽ പറയുന്നത്? നീലാകാശത്ത് നിറങ്ങി വരുന്ന നീലി ഏക് നിരാലി ചിടിയ, ഒരു നീല നിറത്തിലുള്ള വിചിത്രമായ പക്ഷി എന്നാണ് എന്താ പറയുന്നത്? ഗാത്തി ഉടനെ വാലി ചിടിയ, ഉടുത്തി ഗാനേ വാലി ചിടിയ. പാട്ടുപാടി പറന്നു പോകുന്ന പക്ഷി. പറന്ന് ഉടുത്തി ഗാനേ വാലി ചിടിയ എന്ന് പറഞ്ഞാൽ പറന്ന് പാട്ടു പാടുന്ന പക്ഷി. കവിതയുടെ മീനിങ് ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലേ. ഓക്കെ, ഇനി നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആസ്മാൻ സെ അപ്പിനെ ക്യാ സമച്ച.
നിങ്ങൾക്ക് ആസ്മാൻ എന്തുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? വർഷ, വർഷ എന്ന് പറഞ്ഞാൽ എന്താ? മഴയല്ലേ. ബാദൽ എന്താണ്? മേഘം. ദെൻ മേഘം. ആകാശ് എന്ന് പറഞ്ഞാൽ ആകാശം. അപ്പൊ ആസ്മാൻ എന്നതിന്റെ മീനിങ് എന്താ കൂട്ടുകാരി? നമുക്കറിയാം ആകാശമാണല്ലേ. ആൻസർ എന്താണ്? ഓപ്ഷൻ ഇ, ആകാശ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നീലി ചിടിയ കിസ്കി രചന ഹേ? നീലി ചിടിയ ആരുടെ രചനയാണെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? കവിതാമിഷ്ക ആശയിലേക്ക്, കവിതാ ഭാഗത്തിന്റെ ആശയം എഴുതുക എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. ഓക്കെ, നമുക്ക് നോക്കാം. നീലി ചിടിയ കിസ്കി രചന ഹേ കൂട്ടുകാരെ, ആരുടെ രചനയാണ്? ഹരിവംശറായ് ബച്ചനിക്ക്, ശ്രീപ്രസാദിക്ക്, പാരെ ആനന്ദിക്ക്, പഞ്ച് മങ്കേശ്വർക്ക്. അപ്പോൾ ഇതിൽ റൈറ്റ് ആൻസർ ഏതാ കൂട്ടുകാരി? നമുക്കറിയാം ആരുടെ കവിതയാണ്? ഹരിവംശറായ് ബച്ചനിക്ക് കവിതയാണ് അല്ലേ. ഹരിവംശറായ് ബച്ചന്റെ കവിതയാണ്. ഓക്കെ, ആൻസർ എന്താണ്? ഹരിവംശറായ് ബച്ചനിക്ക്. ഓക്കെ, ഇത് കവിതാംശ ആശയിലേക്കും കവിതാ ഭാഗത്തിന്റെ ആശയം എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പൊ നൽകിയിട്ടുള്ള ഈ വരികളുടെ ആശയമാണ് നമ്മളിവിടെ എഴുതേണ്ടത്. ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് സെന്റൻസ് ആയിട്ട് എന്ത് എഴുതാം? നീലി ചിടിയ ഹരിവംശറായ് ബച്ചനിക്ക് കവിതാ ഹേ. इसमें एक നീലി ചിടിയാക്കെ ബാരെ മേ കഹത്തെ ഹേ. എന്താണ്? ഈ കവിതയിൽ എന്താണ്? ഒരു നീല നിറത്തിലുള്ള ചിടിയെ കുറിച്ചാണ് പറയുന്നത്. നീലെ ആസ്മാൻ കേക്ക് നീലി ചിടിയ പേടോം പർ ആത്തി ഹേ. നീല ആകാശത്ത് ഒരു നീലി ചിടിയ പേടോം പർ ആത്തിയ മരത്തിലേക്ക് വരുന്നു. വഹ് ഗാക്കർ ഉടുത്തിഹെ, അതെന്ത് ചെയ്യുന്നു? പാടിക്കൊണ്ട് പറക്കുന്നു. ഓർ ഉടുക്കർ ഗാത്തിഹെ, പറന്നുകൊണ്ട് പാടുന്നു. വഹാർ പേട് ഉടുക്കർ ജാത്തിഹെ, വഹാർ പേട് പർ ഉടുക്കർ ജാത്തിഹെ. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തതുപോലെ കവിതയുടെ ആശയം എഴുതുക. ഓക്കെ, ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. गतिविधि 3 सूचना। रूरू कहानी का अंश पढ़ें और प्रश्नों के नीचे दिए प्रश्नों के उत्तर लिखे. അപ്പോൾ നമ്മുടെ രൂരു എന്ന കഹാനിയിലെ ഒരു ഭാഗമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അപ്പോൾ അത് വായിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഓക്കെ, നമുക്ക് വായിച്ചു നോക്കാം. बच्चे जमीन पर बेहाल पड़े हुए थे। चिड़िया जोर से रोई, उसकी आवाज सुन उसका साथी उड़ता हुआ आ गया। आया उन दोनों को उदास देख रूरू को एक ख्याल आया, मुझे एक जगह मालूम है, जब तक बच्चे उड़ने लायक नहीं हो जाते वे आराम से वहीं रह सकते हैं. അപ്പോൾ നമുക്ക് നൽകിയിരിക്കുന്ന ഒന്നാമത്തെ ചോദ്യം എന്താ കൂട്ടുകാരെ? മുജെ ഏക് ജഗഹ് മാലൂം ഹെ, യഹ് കിസ്നെ കഹ. ഇങ്ങനെ പറഞ്ഞത് ആരാണ്? രൂരുക്കി മാംനെ, രൂരുനെ, ചിടിയാനെ, ഹാത്തീനെ. അങ്ങനെ ആരാ പറഞ്ഞത് കൂട്ടുകാരെ? അത് രൂരു ആണ് അല്ലേ. അപ്പൊ ആൻസർ എന്താണ്? രൂരുനെ. രൂരു ഏക്ക് ചിടിയാക്കോ ദേഖ്താ ഹെ. രൂരു എന്താണ്? ഒരു ചിടിയെ കണ്ടു അല്ലേ. രൂരു ഓർ ചിടിയാക്ക ബീച്ച് കാ വാർത്താലാപ് തയ്യാർ കരെ. അപ്പൊ രൂരും ചിടിയ എന്ന് പറഞ്ഞ കുട്ടികൾക്ക് മനസ്സിലായില്ല എന്താണ്? പക്ഷിയാണല്ലേ. ആ പക്ഷിയും തമ്മിലുള്ള വാർത്താലാപ്, കോൺവെർസേഷൻ എഴുതാനാണല്ലേ കൂട്ടുകാരെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്കൊരു മാതൃക നോക്കിയാലോ. ഓക്കെ, ചിടിയ അബസമേ നെഹി ബായി. ഇപ്പൊ രൂരു എന്ത് പറയണേ? ക്യോം, എന്തുകൊണ്ട്? അപ്പൊ ചിടിയ പറയണേ ഏക്ക് ബുരി ബാത് ഹുയി. രൂരു कौन सी बात, എന്താ കാര്യം? ചിടിയ രാത് കെ തൂഫാൻ മേ മേരാ ഗോംസല ഗിര. രൂരു ഫിർ, എന്നിട്ട് ചിടിയ പത്താ നെഹി മേരാ ബച്ചോ കോ ക്യാ ഹുവാ. രൂരു ജൽദി ഉഡോ മേം ബി ആവൂ. ചിടിയ ഹാ. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതുപോലൊരു കോൺവെർസേഷൻ തയ്യാറാക്കാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ. അഥവാ ഒരു ഓർ ക്വസ്റ്റ്യൻ ആണല്ലേ. രൂരു കഹാനിക്ക് ഇൻഗളനാവോക്കോ ക്രംസേരിക്കലും. എന്താണ്? രൂരു എന്ന കഹാനിയിലെ സംഭവങ്ങളാണ്, ഇവന്റ്സ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അപ്പൊ അത് എന്ത് ചെയ്യണം? നിങ്ങൾ ശരിയായ ക്രമത്തിൽ എഴുതണം. ഓക്കെ, നമുക്ക് ഓരോ ഇവന്റ്സും വായിച്ചു നോക്കാം. രൂരു അമ്മിക്കോ जेब से सिर निकाला, देन रूरू का कोई दोस्त नहीं था, देन रूरू एक कंगारू का बच्चा था, रूरू चिड़िया के पीछे चल पड़ा. അപ്പൊ ഇതിൽ ഏതായിരിക്കും കൂട്ടുകാരെ ഫസ്റ്റ് വരിക? യെസ്, രൂരു
കങ്കാരു എ കങ്കാരു ക ബച്ചാത ഒന്നാമത് ഇതാണല്ലേ വരുന്നത്. നെക്സ്റ്റ് ഏതായിരിക്കും? രൂരു ക കോയി ദോസ്ത് നഹീദ. രൂരു എന്താണ്? കൂട്ടുകാരൻ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. രൂരു അമ്മിക്കും ജേബ്സെ സിർ നിക്കാല. ഇതാണല്ലേ തേർഡ് വരുന്നത്. നാലാമത് ഏതായിരിക്കും? നമുക്കറിയാം രൂരു ചിടിയാക്കോ പീച്ചെ ചൽപ്പട. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്ത് ക്രമത്തിലാക്കി എഴുതുക. ഗതിവിധി 4 നോക്കാം. ഗതിവിധി 4 सूचना बादल कविता का यह अंश पढ़ें और नीचे दिए प्रश्नों के उत्तर लिखें. എന്താണ്? ബാദൽ കവിതയുടെ ഭാഗം വായിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഓക്കെ, നമുക്ക് കവിത വായിച്ചു നോക്കാം. നന്നെ ചൽഗൺ ഗയേ ബാപ്പ് ബൻ. എന്താ പറയുന്നത്? നന്നെ ചൽഗൺ ഗയേ ബാപ്പ് ബൻ. അതായത് എന്താണ്? ചെറു ജലഗണങ്ങൾ എന്തായി? നീരാവിയായി പോയല്ലേ. ഉസി ബാപ്പിനെ ഡണ്ടപ്പായ. നീരാവി എന്ത് നേടി? തണുപ്പ് നേടി. ദെൻ ബാദൽ ബർസെ ബർസ ആയി. എന്നിട്ട് എന്താ സംഭവിക്കുന്നത് കൂട്ടുകാരെ? ബാദൽ ബർസെ ബർസ ആയി. ബാദൽ എന്ന് പറഞ്ഞാൽ മേഘം അല്ലേ. മേഘം എന്ത് ചെയ്തു? പെയ്തു, മഴ വന്നു. കർത്തെ ഗഡ് ഗഡ് ആത്തെ ബഡ് ബഡ്. എന്താണ്? ഗഡ് ഗഡ് ബഡ് ബഡ് എന്ന താളത്തിൽ വന്നെത്തി. ദെൻ ബിജലി ബാദൽ കോ ചമക്കായെ. ബിജലി എന്ന് പറഞ്ഞാൽ മേഘമല്ലേ. മിന്നൽ മേഘത്തെ ജ്വലിപ്പിച്ചു. ബിജലി എന്ന് പറഞ്ഞാൽ മിന്നൽ, ബാദൽ എന്താണ്? മേഘമല്ലേ. ചമക്കായി എന്ന് പറഞ്ഞാൽ ശോഭിക്ക, തിളക്കം, അതൊക്കെയാണ് വരുന്നത്. അപ്പൊ എന്താ പറയുന്നത്? മിന്നൽ മേഘത്തെ ജ്വലിപ്പിച്ചു. അന്തിയാരാമേ രാഹ് ദിഗായ. അന്തിയാരാമേ രാഹ് ദിഗായേ. അന്ധകാരത്തിൽ വഴികാട്ടി. അന്തിയാരാമേ രാഹ് ദിഗായ. അന്ധകാരത്തിൽ വഴികാട്ടി. ഓക്കെ, ഇതാണല്ലേ വരികൾ പറയുന്നത്. ഇനി സാമാൻ ആശയവാലി പങ്ക്തിയാം ചുനേം. സമാന അർത്ഥം വരുന്ന വരികള് കവിതയിൽ നിന്ന് എടുത്തെഴുതാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് വായിച്ചു നോക്കാം. ഏതാണ്? നന്നെ ജൽഗണോം സെ ബാപ് ബൻതി ഹെ, ബാപ് സെ ബാദൽ ബൻതാ ഹെ. അപ്പൊ ഈ ആശയം വരുന്ന വരികളാണ് നമ്മളോട് എടുത്തെഴുതാൻ പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഏതായിരിക്കും വരി? നമുക്കറിയാം. ഏതാ? അവിടെ നോക്കൂ. നന്നെ ജൽഗൺ ഗയേ ബാപ് ബൻ ഉസി ബാപ് ടണ്ടക് പായി. അതായത് ഫസ്റ്റ് 2 വരികൾ തന്നെയാണല്ലേ. ഓക്കെ, വരികളാണ് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? കവിതാക്ക ആശയ ലിഖിൻ. കവിതയിലെ ആശയം എഴുതാനാണല്ലേ. ഓക്കെ, നമുക്ക് കവിതയുടെ ആശയം നോക്കാം. बादल नामक कविता का डॉक्टर श्री प्रसाद ने लिखी है. इसमें बादल बरसने पर जीवों को खुशी का वर्णन है. नन्हे जलगणों से बाप बनती है, बाप से बादल बनता है. डंडा होने पर बादल बरसता है, बिजली बादल को चमकाती है. अंधियारों में प्रकाश फैलाकर രാഹ് ദിഖാത്തി ഹെ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതുപോലെ ഈ കവിതയുടെ ആശയം തയ്യാറാക്കാവുന്നതാണ്. ഓക്കെ, then നമുക്ക് ഗതിവിധി 5 നോക്കാം അല്ലേ. സൂചന സിക്കടി മച്ചലി സുഖി ക്യോം നിഹി ലോക് കഥാ കാ അംശ് പഠേം ഓർ നീചെ ദിയെ പ്രശ്നോं के उत्तर लिखें. അപ്പൊ സിക്കടി മച്ചലി സുഖി ക്യോം നിഹീം എന്ന ലോകകഥയുടെ ഒരു ഭാഗമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അത് വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണല്ലേ. നമുക്ക് വായിച്ചു നോക്കാം. ബൂഢി അമ്മാനെ സോജ ശാം ഹുയി. വയസ്സായ സ്ത്രീ എന്ത് ചിന്തിക്കുകയാണ്? ശാം ഹുയി, വൈകുന്നേരമായി. अब मैं सिकटी मछलियों को समेट कर अंदर ले आऊं. उसने बराबरे में पड़ी मछलियों का चुकर देखा. മച്ചലിയം അബീബി സൂക്കി നെഹീരി. മീനുകൾ എന്താണ്? എപ്പോഴും ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ലത് അല്ലേ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. മച്ചലിയം അബീബി സൂക്കി നെഹീരി ക്യോ. എന്താണ്? മീനുകൾ അപ്പോഴും ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല. എന്തുകൊണ്ടെന്നാണ് അല്ലേ ചോദിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടായിരുന്നു കൂട്ടുകാരെ? നമുക്കറിയാം എന്തുകൊണ്ടായിരുന്നു. റീസൺ എന്ന് പറയുന്നത് എന്താണ്? അതായത് മച്ചിലിയൊക്കെ സുക്കാനേക്ക് ധൂപ് നെഹി മിലേരി. മീനുകൾ ഉണങ്ങാനുള്ള വെയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ. അതുകൊണ്ട് എന്ത് ചെയ്തില്ല? മീന് ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ആൻസർ എന്താണ്? മച്ചിലിയോക്കോ സുക്കാനേക്ക് ധൂപ് നെഹി മിലേരി. ഓക്കെ, then ക്വസ്റ്റ്യൻ നോക്കൂ. നീജെ ദിയെ വാക്യോക്ക് കിസ്നെ കഹാ ഹെ. താഴെ തന്നിട്ടുള്ള വാക്യങ്ങളൊക്കെ ആര് പറഞ്ഞു എന്നാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. ഓക്കെ, നമുക്ക് ഓരോ സെന്റൻസ് ആയി നോക്കാം. ഫസ്റ്റ് നോക്കൂ. മുജെ ചീണ്ടീനെ കാട്ടാതാത്തോ മേ ക്യാ കരും. അപ്പൊ ഇത് ആരാ പറഞ്ഞിട്ടുള്ളത്?
ആരാ കൂട്ടുകാരെ പറഞ്ഞുള്ളത്? ബച്ചയാണല്ലേ. ആരാണ്? ബച്ച. ദെൻ ബച്ചഡെ മുജെ നെഹി ഗായോ തോ മേ ക്യാ കരും. ഇങ്ങനെ പറഞ്ഞത് ആരാണ്? ഘാസ് ആണല്ലേ, പുല്ലാണ്. ദെൻ തും ചടായി കോ ലപേട് ലാ ലോ ഓർ മുജെ ജാനേ ദോ. ഇങ്ങനെ പറഞ്ഞുള്ളത് ആരാ കൂട്ടുകാരെ? ഉറുമ്പാണല്ലേ, ചീണ്ടി. ആൻസർ എന്താണ്? ചീണ്ടി. ദെൻ ഗർ കി ഔരത് നെ മേരി രസ്സി നെഹി ഗോലി തോ മേ ക്യാ കരും. ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് ആരാണ്? ബച്ചടയാണല്ലേ. ആൻസർ എന്താണ്? ബച്ചട. ഓക്കെ. ദെൻ അഥവാ ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട് അല്ലെ. പരിസ്ഥിതി സംരക്ഷൺ കെ ബാരേമേം ഏക് പോസ്റ്റർ തയ്യാർ കരേ. പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യണം നിങ്ങൾ? ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് അല്ലെ പറഞ്ഞിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ബോക്സ് ഒക്കെ വരച്ച്, ചിത്രം വരയ്ക്കാൻ അറിയുന്ന കൂട്ടുകാരൻ്റെ ചിത്രമൊക്കെ വരച്ച് എന്ത് ചെയ്യുക? പോസ്റ്റർ തയ്യാറാക്കുക. അപ്പോൾ പോസ്റ്ററിൽ നമുക്ക് എന്ത് എഴുതാം? പരിസ്ഥിതി ഹമാരി ജാൻ ഹേ, പരിസ്ഥിതി കാ സംരക്ഷൺ ഹമാര കർത്തവ്യ ഹേ. ഇതുപോലെയൊക്കെ എഴുതി എന്ത് ചെയ്യുക? മനോഹരമായൊരു പോസ്റ്റർ നിങ്ങൾ തയ്യാറാക്കുക. ഗതിവിധി 6 നോക്കൂ. സൂചന നീജെ ദിയെ പ്രശ്നോക്കെ ഉത്തരലിഖിൻ. താഴെ തന്നിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് അല്ലെ. ഓക്കെ, നമുക്ക് വായിച്ചു നോക്കാം. ഇവിടെ കുറെ പിക്ചേഴ്സ് നൽകിയിട്ടുണ്ട്, 4 ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട് അല്ലെ. ചിത്രത്തേക്കും കവിത ലിഖിൻ. ചിത്രം നോക്കി നമ്മൾ എന്ത് ചെയ്യണം? കവിത എഴുതാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് എന്താ പറഞ്ഞിട്ടുള്ളത്? കവിത കേലിയെ ഉചിത ശീർഷകിലേക്ക്. കവിതയ്ക്ക് എന്ത് ചെയ്യണം? ഉചിതമായൊരു ശീർഷകവും നൽകാൻ പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പൊ എന്ത് ചെയ്യാം? നമുക്ക് കവിതയെ നോക്കാം. ഓക്കെ, അപ്പൊ ഈ കവിതയിൽ ചിത്രങ്ങളൊക്കെ നോക്കി ആശയം ഉൾക്കൊണ്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ? കവിത എഴുതാൻ. ആരെ കുറിച്ചിട്ടുള്ള കവിതയാണെന്ന് മനസ്സിലായല്ലേ. ഓക്കെ, നമുക്ക് എഴുതാം. पेड़ पर घोंसले बनाने वाली चिड़िया, नदी से पानी पीने वाली चिड़िया, बारिश में भीगने वाली चिड़िया, सबको प्यार करने वाली चिड़िയ. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതുപോലെ 4 വരികൾ എഴുതാവുന്നതാണ്. ദെൻ ചിടിയ എന്താണ്? കവിത കേലിയെ ഉചിത ശീർഷകിലേക്ക്. കവിതയ്ക്ക് ഒരു ഉചിതമായ ശീർഷകം നൽകാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ചിടിയ എന്ന് എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു തലക്കെട്ട് നൽകുക. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. അപ്പൊ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.